റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് ബീച്ചിൽ നിന്നും ഒരേ സമയം ദയനീയവും ക്രൂരമായ ഒരു കാഴ്ചയിലേക്കാണ്. ബീച്ചിലെത്തുന്ന സഞ്ചാരികളുടെ പിന്നാലെ നടന്ന പണം യാചിക്കുന്ന 3-4 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ. എന്നാൽ ഒരു ദിവസം ഈ കുട്ടികളുടെ ഭിക്ഷാടനത്തിന്റെ കളക്ഷൻ 3000 മുതൽ 10000 വരെയാണ്. ഇവരെ ഭിക്ഷ എടുപ്പിക്കുന്നതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടർ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. രാവിലെ 8 മണിയോടെ ബീച്ചിൽ കോർപ്പറേഷൻ ഓഫീസിനോട് ചേർന്ന് ഒരു ചെറിയ വാൻ വന്നു നിൽക്കും. കുറെ കളിപ്പാട്ടങ്ങളും നാടോടികളായ മനുഷ്യരും അവരുടെ കുട്ടികളും. അവരുടെ തീനും കുടിയും മലമൂത്ര വിസർജനവും ഒക്കെ റോഡിൽ തന്നെ. മുതിർന്നവർ കളിപ്പാട്ടങ്ങൾ വിൽക്കുമ്പോൾ കുട്ടികളെ അവർ ഭിക്ഷാടനത്തിനയക്കും. അടുത്തുള്ള കടകളിലും റെസ്റ്റോറന്റുകളിലും എത്തുന്നവരെ തടയും. അവരുടെ കൈകളിൽ പിടിച്ചു വലിക്കും. ബാല്യത്തിന്റെ തിളക്കമുള്ള കണ്ണുകൾ നമ്മെ ദയനീയമായി നോക്കും. വിശക്കുന്നുവെന്ന് ആംഗ്യം കാണിക്കും. പണം ചോദിക്കും. കുഞ്ഞുവയറിന്റെ വിശപ്പ് മാത്രമോർത്ത് പലരും പണം നൽകും. ചില്ലറകളായി ഭിക്ഷ നൽകുന്നവർ കുറവാണ്. ചെറിയ നോട്ടുകൾക്കിടയിൽ ചില്ലറകളും ഉണ്ടാകും. ഈ ചില്ലറകൾ സമീപത്തെ ഹോട്ടലുകളിൽ നൽകി നോട്ടുകളാക്കും. ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ചിലപ്പോൾ 1000 രൂപയും 2000 രൂപയൊക്കെ ആയിട്ടാണ് വരിക. അപ്പം ഇവരെന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികളെ ഇതിൻ്റെ ആളുകൾ ഉപയോഗിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം, അവിടെയാണ് അവർ ഇതാക്കുക. എന്നിട്ട് ഇവർ ഇത് മദ്യപിക്കാനും അങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങളൊക്കെ യൂസ് ചെയ്ത് അവിടെ നിന്ന് ഈ കുട്ടികളെ അടിക്കും. കുട്ടികൾ പൈസ വാങ്ങിയിട്ടില്ല ഇതാവും. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന കസ്റ്റമേഴ്സിനോട് അവർക്ക് ഭക്ഷണമല്ല വേണ്ടത്, അവർക്ക് പൈസയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ ട്രാക്ക് ചെയ്യുമ്പം ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു 20,000 രൂപയുടെ അടുത്ത് വരെ ശനിയും ഞായറൊക്കെ നമുക്ക് ചില്ലറ കൊണ്ടേ തരും. ബാക്കിയുള്ള ദിവസം 10,000 തരും. ഈവൻ കുട്ടികൾ ഇവിടെ വന്നിട്ട് കസ്റ്റമേഴ്സ് ഭക്ഷണം കഴിക്കുമ്പോൾ വന്ന് തൊടും. അപ്പം നമുക്കൊരു തോന്നുന്നത് ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ പൈസ എടുത്ത് കൊടുക്കും. അപ്പോൾ ഭക്ഷണം വേണ്ട അവർക്ക്. അപ്പോൾ അത് ശരിക്കും ഒരു എന്താ പറയുക, ഇതിൻ്റെ അധികാരികൾ ഇത് കണ്ണ് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു അപകടമായി മാറും. ആൺകുട്ടികളും പെൺകുട്ടികളും ഭിക്ഷാടന സംഘത്തിലുണ്ട്. ഭിക്ഷാടനത്തിന്റെ 18 അടവുകളും അവർ പയറ്റും. യാചന മാത്രമല്ല, പിറകെ നടന്ന് കാറിൽ കയറിയും റെസ്റ്റോറന്റുകളിലെ തീൻമേശകളിൽ കൈയിട്ട് വാരിയും ഉപദ്രവമുണ്ടാക്കും. ഒരു ഓംലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക ഒരു കസ്റ്റമറെ ഓംലേറ്റ് കൈയിട്ടെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭക്ഷണം കഴിക്കാതെ ആ ഫാമിലി മുഴുവൻ ഇറങ്ങിപ്പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. നല്ല 2 AC വണ്ടി ഇവരൊക്കെ ഉണ്ട് ഇവിടെ. അതിലാണ് രാത്രി കാലങ്ങളിൽ കിടക്കും കാര്യമൊക്കെ ചെയ്യുന്നത്. ഇന്നിപ്പോൾ രാവിലെ അവിടെ ഒരു സ്ഥലത്ത് വന്നിട്ട് പിള്ളേർ വന്ന് മൂത്രം ഒഴിച്ചിട്ട് പോയി. അവിടെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടടുത്തല്ലേ. ഇപ്പോൾ നമ്മൾ സ്റ്റാഫിനെ വെച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്ത സ്ഥിതിയാണ്. അടിയന്തരമായിട്ട് ഇവരെ എന്തെങ്കിലും ഒരു രീതിയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാണും. കാരണം നമ്മൾ ക്ലീൻ സിറ്റി എന്ന രീതിയിലേക്ക് കോർപ്പറേഷനും സർക്കാരൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഇവരിവിടെ ആകെ വൃത്തികേടാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പറക്കമുറ്റാത്ത ഈ കുരുന്നുകൾ ഇതിന് ഉത്തരവാദികളല്ല. എന്നാൽ ഇവരെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ കൊയ്യുന്ന ലോബികൾ പ്രവർത്തിക്കുന്നു. നാടോടി സംഘത്തിലെ സ്ത്രീകളുടെ ഒക്കത്ത് ഒരു കുഞ്ഞ് എപ്പോഴുമുണ്ട്. പെറ്റുകൂട്ടുന്നത്രയും തെരുവിൽ ഭിക്ഷാടനത്തിനുള്ള റിക്രൂട്ടിംഗ് ആണ്. ആ കുഞ്ഞുങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ സർക്കാർ ഇടപെടണം. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരയ്ക്കൊപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.